മൂപ്പൈനാട് പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ UDF പ്രസിഡന്റ് പരാജയപ്പെട്ടിട്ടും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാൻ നോട്ടീസ് നൽകിയില്ല. കഴിഞ്ഞ മാസം 13-നാണ് അവിശ്വാസ പ്രമേയം പാസായത്. ഒരു മാസം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകാത്തത് ഭരണസ്വാധീനം ഉപയോഗിച്ചുള്ള UDFന്റെ ഒത്തുകളിയാണെന്നാണ് LDFന്റെ ആരോപണം. കഴിഞ്ഞ മാസം 13-നാണ് മൂപ്പൈനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്താണിത്. LDF 9, UDF 8 എന്നായിരുന്നു സീറ്റ് നില. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയം LDF പ്രതിനിധിയുടെ വോട്ട് അസാധുവായതിനാൽ സമനില വന്നു. നറുക്കെടുപ്പിൽ UDFന് അധികാരം കിട്ടി. 6 മാസത്തിനു ശേഷം LDF കൊണ്ടുവന്ന പ്രമേയത്തിൽ UDF പ്രസിഡന്റ് പരാജയപ്പെട്ടു. ഒരു മാസമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ നോട്ടീസ് നൽകിയിട്ടില്ല. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് അവിശ്വാസത്തിലൂടെ UDFന്റെ പ്രസിഡന്റിനെ പുറത്താക്കിയത്. അപ്പോൾ ഈ കഴിഞ്ഞ 13 കഴിഞ്ഞിപ്പോൾ ഒരു മാസത്തോളമായി. നാളിതുവരെയായിട്ട് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആളുകൾ നോട്ടീസ് നൽകുകയോ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബോഡിയോടുള്ള അവഹേളനമായിട്ടാണ് കാണുന്നത്. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും ഈ അവിശ്വാസ പ്രമേയം പാസ്സായാൽ ഇത്രയും കാലതാമസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഇങ്ങനെ അവിടെ ആളില്ല എന്നുള്ള മറുപടിയാണ് പറയുന്നത്. അതന്നെ ഏറ്റവും വിചിത്രമായൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. മൂപ്പൈനാട് പഞ്ചായത്ത് നിലവിൽ വന്ന് 25 വർഷത്തിന് ശേഷമാണ് UDFന് അധികാരം നഷ്ടപ്പെടുന്നത്. UDFന്റെ ഭരണമടുത്ത ജനങ്ങൾ ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തത് മാനസികമായി അംഗീകരിക്കാനാവാത്തതിൽ UDF നേതൃത്വം ഭരണസ്വാധീനം ഉപയോഗിച്ച് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണെന്നാണ് LDFന്റെ ആരോപണം. കൈരളി ന്യൂസ്, വയനാട്.